നമുക്ക് ഒരു സിംഗിൾ പേപ്പറിൽ നിന്ന് ഒരു ജേർണലിങ് ചെയ്താലോ? അത് എളുപ്പത്തിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പാറ്റേൺസും അത് എനിക്ക് ഈ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിനകത്ത് പടങ്ങൾ ഇങ്ങനെ വരച്ചെടുക്കാം. ഞാനിങ്ങനെ ഈ ഒരു വാഷി ടേപ്സും സ്റ്റാമ്പ്സും കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ്, ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സും റിമൈൻഡേഴ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് നാൾ മുമ്പേ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോഴാണ് ഒരു ടൈം കിട്ടിയത്. അപ്പോൾ ഇടയ്ക്കിലൊക്കെ പണി ഇങ്ങനെ കിട്ടുന്നുണ്ട്, ഓരോന്നോരോന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്താണ് ഈ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാനിപ്പോൾ ബ്ലൂ തീം ആയതുകൊണ്ടാണ് എല്ലാത്തിനും ഇങ്ങനെ ബ്ലൂ കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അടിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ രീതിക്ക് നമ്മളിങ്ങനെ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിന് ചെറിയൊരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്ത് ഒന്നുകൂടി ഭംഗി കൂട്ടിയാണ്. പക്ഷേ ഞാൻ ബ്ലാക്ക് ഔട്ട്ലൈൻ കൂടി വന്നാൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ അപ്പോൾ ചെയ്തില്ല. അപ്പം ഇത് റിമൈൻഡറും അങ്ങനെ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഇത് ഇങ്ങനെ വരയ്ക്കുന്നത് വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ ഡ്രോന്നോ ഒരു വൈറ്റ് ലവ് ഇട്ടാൽ മതി. അത് വെച്ച് ഞാൻ കണ്ട് പുതിയ വീഡിയോ എടുക്കാവുന്നതാണ്. വരയ്ക്കുന്ന ഒരു വീഡിയോ വേറെ രീതിയിലുള്ള പാറ്റേൺസ്, എളുപ്പമുള്ള പാറ്റേൺസ്, ഓൾറെഡി തന്നെ ഒരു യെല്ലോ ജേർണലിങ്ങിന് വേണ്ടുള്ള പാറ്റേൺസൊക്കെ ഞാൻ എളുപ്പത്തിൽ ഒരു 23 സംതിങ് പാറ്റേൺസ് ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട് എളുപ്പത്തിലുള്ള. അപ്പോൾ അതൊക്കെ നോക്കി വരയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ജേർണലിങ് ചെയ്യാൻ വേണ്ടി ഇതിന് എത്രത്തോളം സ്റ്റിക്കേഴ്സ് വേണം, ഈ സ്റ്റിക്കേഴ്സ് എല്ലാം വെച്ച് ഞാൻ ഒരു ജേർണലിങ് അവസാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ കാണുക, അടിപൊളിയാണ് കാണാൻ. അവസാനം ഒരു ഈസ്തറ്റിക് ഫ്ലോറൽ തീമിലുള്ള ഒരു സ്റ്റിക്കേഴ്സും എല്ലാമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിക്കാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു കളർ ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ അല്ലാതെ വേറെ ഏതെങ്കിലും കളറാണ് വേണ്ടതെങ്കിൽ ആ ഒരു കളർ കൊടുത്താലും മതി. ഇപ്പോൾ കണ്ടോ, സ്കെച്ച് മാറ്റിയിട്ട് ഞാൻ ആൽക്കഹോളിക് സ്കെച്ച് മാറ്റിയിട്ട് ഞാനിപ്പം പെൻസിലാണ് എടുത്തിരിക്കുന്നത്. കാരണം അതിലെനിക്ക് പണി കിട്ടിയത് തീർന്നു പോയി. അപ്പോൾ ഞാൻ പല രീതിക്കും അത് കുലുക്കിയും ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ നടന്നില്ല. അവസാനം പെൻസിലിനെ എടുത്തു. പെൻസിലായപ്പോൾ ഒന്നും കൂടി ഡാർക്ക് കളറും കൂടിയല്ലേ, കൊള്ളാമല്ലേ? അപ്പം ഏത് സ്കെച്ചാണെങ്കിലും ഞാൻ ഇപ്പം എൻ്റെ അതുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പം പിന്നെ ഞാൻ ഈ പെൻസിലങ്ങ് ആക്കി. അപ്പം അടിപൊളിയാണ്, ചെയ്ത് വരുമ്പോഴും അടിപൊളിയാണ്. നമുക്ക് പല രീതിയിലുള്ള പാറ്റേൺസും ഡിസൈൻസൊക്കെ വരയ്ക്കാം. അതെനിക്ക് കുറേ ചാനൽ കുറേ വീഡിയോസുണ്ട്. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതെനിക്ക് നമ്മളിതെല്ലാം കളർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു ഡിസൈനിൽ ആകെ 3 കളേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒന്ന് യെല്ലോ, ബ്ലൂ, പിന്നെ ഗ്രീൻ. ഈ 3 കളേഴ്സ് വെച്ച് മാത്രമാണ് ഈ ഒരു ഇത്രയും സ്റ്റിക്കേഴ്സ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് സ്റ്റാമ്പാക്കാമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡിൽ നമ്മളൊരു ക്രിസ് ക്രോസ് സിക്സാഗ് പോലെയൊക്കെ ഡിസൈൻ കൊടുത്തിരുന്നെങ്കിൽ അതും കുറച്ചുകൂടി ഭംഗി കൂട്ടിയേനെ. അപ്പോൾ ഞാൻ ഒരു ബോർഡറിൽ ആ ഒരു കളർ കൊടുത്തുകൊണ്ട് ഞാൻ ജസ്റ്റ് നല്ല സ്ട്രൈറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്നാണ് എടുത്തത്.